ഈ ഇരുത്തത്തിന് പേരിട്ടത് സാഹിബും കൂട്ടുകാരും ആണ്. ബ്യൂട്ടി ഓഫ് ബിക്കമിങ്. സാഹിബ് ആ പേര് ബോധപൂർവം പറയാതിരുന്നതാണ്. ആവലിൻ്റെ ആനന്ദം, ഉണ്ടാകലിൻ്റെ ഉന്മാദം എന്നൊക്കെ അതിനെ മനസ്സിലാക്കാം. ബ്യൂട്ടി എന്നുള്ളത് നമ്മൾ പുറത്ത് ഒന്നിൽ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തന്നെ നമ്മിൽ അതിനെ നമുക്ക് കണ്ടെത്താൻ അറിയാനായിട്ട് പലപ്പോഴും ഞാൻ വലിയ കൗതുകത്തോടു കൂടിയിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ഈ മഴ പെയ്യുന്ന സമയത്ത് പാറ്റകൾ പൊടിയും. അതുകൊണ്ട് പൊടിഞ്ഞ് വന്ന് കുറച്ച് സമയമാണ് അതിനുണ്ടാവുക. അതിൻ്റെ ഇടയിൽ തന്നെ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ജീവികളും വരും. ആകെ കുറച്ച് ആയുസേ ഉള്ളൂ. അതിനിടയിൽ തന്നെ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പല്ലി ഉണ്ടാവും, പൂച്ച ഉണ്ടാവും, ലൈറ്റിൻ്റെ താഴെയൊക്കെ നോക്കി ഇങ്ങനെ പടച്ചുകൊണ്ടേയിരിക്കും. അല്പസമയത്തേക്ക് കിട്ടിയ ആയുസ്സിനെ ആ ഞൊടി കൊണ്ട് അതിങ്ങനെ നൃത്തം ചെയ്ത് ആസ്വദിക്കണം. നമുക്കിങ്ങനെ കാണാം. നമുക്ക് എത്ര നേരം കിട്ടിയാലും നിരാശരായിരിക്കാനും വിഷമിച്ചിരിക്കാനും ആകുലത കയറാനും മാത്രമാണ് നമ്മൾ അതിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ഇപ്പോൾ നമുക്കൊരു വലിയ വേദന തന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടുണ്ട്, ഫലസ്തീനിലെ ഗസയിലെ. അവിടെ ഇതിനിടയ്ക്കൊരു വെടിനിർത്തൽ വന്ന സമയത്തേക്ക് അവിടെ കുട്ടികൾ പാട്ട് പാടണം. നൃത്തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരല്പം ഒരു ആശ്വാസം, എന്തെങ്കിലും ഒരു വാർത്തയിലോ വാസ്തവത്തിൽ അത് വന്നോളെന്ന് പോലും ഉണ്ടാവില്ല. ആ കിട്ടുന്നൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ചെറിയൊരു സമയത്തേക്ക് അവർ അല്ലേ. ഈ പാട്ട് എന്ന് പറയുന്നത് ഞാൻ സന്തോഷവാനാണ് എന്ന് അറിയിക്കുന്നതിന്. എനിക്കൊരു വിരഹഗാനം എഴുതണമെങ്കിൽ പോലും അയാൾക്ക് എന്ത് വേണം? ഒരു സന്തോഷം വേണം. ഒന്നും പറ്റാടിഞ്ഞ ഒരു വിഷാദഗാനം ഒരാൾ എഴുതുകയാണെങ്കിൽ പോലും അതിന് ഒരു സന്തോഷത്തോട് കൂടിയിട്ട് അത് എഴുതാൻ സാധിക്കുള്ളൂ. എൻ്റെ സന്തോഷത്തിനെ തോൽപ്പിക്കാനാവില്ല എന്ന് നമ്മൾ പാട്ടുകൾ കൊണ്ട് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓരോന്നും എന്താ ഏതാ എങ്ങനെയെന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലം. നമ്മുടെ കുട്ടികളെ നമ്മൾ വീക്ഷിക്കുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും. അവരുടെ വളർച്ചയിൽ അവരൊരു പക്വതയുള്ളവരായിട്ട് വളരാൻ, കാര്യങ്ങളെക്കുറിച്ചിട്ട് ശരിയായ രീതിയിൽ ഗ്രഹിക്കുന്ന ആളുകളായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് അങ്ങനെ ഇതായിട്ട് ശ്രദ്ധകൾ കൊടുത്തുകൊണ്ടിരിക്കും. അവനവൻ്റെ സാധനം സൂക്ഷിക്കാൻ അറിയൂലട. അവനവൻ്റെ സാധനം നമ്മളവനെ പഠിപ്പിക്കുകയാണ്. അവനവൻ്റെത്, അവൻ്റെ ചെരുപ്പ്, അവൻ്റെ പുസ്തകം, ഇത് ആരതാണ്? നമ്മൾ വാങ്ങിക്കൊടുത്താണ്. എൻ്റെ മകനാണ്. ആ മകനാരതാ? എൻ്റെതാണ്. മകനോട് ആരതാടാ? ഈ പുസ്തകം ആരതാടാ? ഈ ഷൂ ആരതാടാ? ഈ ബ്രഷ് ആരതാടാ? ഇതെവിടെയാണോ വെക്കുക? അത് വെക്കേണ്ട സ്ഥാനത്ത് കൊണ്ടുവെക്കുക. ഞാൻ എന്നതിനെ, എൻ്റെത് എന്നതിനെ ആ കുട്ടിയെ നമ്മളങ്ങനെ പഠിപ്പിച്ചെടുക്കും. കുട്ടി ആരതാണ്? എൻ്റെതാണ്. എൻ്റെ മകനാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ ഞാൻ പഠിപ്പിക്കാം. എൻ്റെ മുറി, ഞാൻ, എൻ്റെത്. ഈ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ദൈവം തനിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഞാനെന്ന ഈ അവസ്ഥ അവനക്ക് മാത്രമേ ഉണ്ടായിരുന്നു. എൻ്റെത് എന്ന ബോധം അവനക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ചോദിച്ച്, അനേകം സൃഷ്ടികളെ കൊണ്ടുവന്നതിന് ശേഷം സൃഷ്ടികളോട് അവൻ ചോദിച്ച്, നിങ്ങൾക്കിത് വേണോ? ഇത് ഈ ഞാനെന്ന ഈ സ്പിരിറ്റ്, ഞാനെന്ന ഈ ബോധം വേണോ?
വിശുദ്ധ ഖുർആനിലൊക്കെ പറയുന്നത് പർവ്വതങ്ങളോട് ചോദിച്ചു, ഭൂമിയോട് ചോദിച്ചു, ആകാശത്തോട് ചോദിച്ചു, അവയൊന്നും അത് വേണ്ട എന്ന് പറഞ്ഞു. മനുഷ്യൻ പറഞ്ഞ് എനിക്ക് വേണം എന്ന് പറഞ്ഞു. ആ വേണമെന്ന് പറഞ്ഞതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആർക്ക്? ദൈവത്തിന്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, ഇവൻ ആരാണ്, എന്താണ് ഇവനെ ചോദിച്ച് വാങ്ങുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ബോധവുമില്ലാത്ത അത്രയും രസമുള്ള സാധനമാണത്. പക്ഷെ ഇവനെ വാങ്ങുന്നതിൻ്റെ ഉത്തരവാദിത്വം അത് എന്താണ്, എത്ര വലുതാണ് എന്നതിനെ കുറിച്ചൊരു ബോധവുമില്ലാതെ ഇതും കൊണ്ട് തന്നിട്ട് അവൻ ഇതിനെ ഇങ്ങനെ അലിയിച്ചിറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങൾ അങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഞാനെന്നതിനെ ദൃഢമാക്കാനല്ല, ഈ ഞാനെന്നതിനെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട്. കുട്ടിയിലെ ഈ ഞാനെന്ന ബോധത്തെ നമ്മൾ തന്നെ വളർത്തും. അവസാനം ഞാനെന്ന വിധം അവൻ ഇൻഡിവിജ്വൽ ആകുകയും നമ്മൾ അവൻ്റെ മനസ്സിൽ നിന്ന് പുറത്താവുകയും ചെയ്യുമ്പോൾ നമ്മൾ വിഷമിക്കും. അവനെന്ന ഞാനെന്ന എൻ്റേത് എന്ന ബോധത്തോടൊപ്പം അവനിൽ എന്തുകൂടെ വരണമായിരുന്നു അല്ലേ? ഈ ഞാൻ ആരതാണ് എന്ന ഒരു ബോധവും കൂടെ വരണം. ഇതെല്ലാം എൻ്റെതാണ്. റൂം എൻ്റെതാണ്, ചെരുപ്പെൻ്റെതാണ്, കുട എൻ്റെതാണ്. ഞാൻ ആരതാണ്? എൻ്റെ അച്ഛൻ്റെതാണ്, അമ്മയുടേതാണ്. എനിക്കൊരു വലിയൊരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു പച്ച വണ്ടി. അന്ന് പ്രളയത്തിൻ്റെ സമയത്ത് നമ്മളെ വീടിൻ്റെ അവിടേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഞാൻ സിവിൽ സ്റ്റേഷനിൽ അവിടെ ചെന്നിട്ട് ഞാൻ അങ്ങനെ വണ്ടി സൈഡാക്കിയിട്ട് എൻ്റെ മിററിൽ ഇങ്ങനെ പുറകിലെ വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതിയ വരികൾ കുറേ വർഷങ്ങളായില്ലോ. ഈ മഴക്കൊടുവിലും ഞാൻ, ഈ മഴക്കൊടുവിലും ഞാൻ ബാക്കിയാകുന്നുവെങ്കിൽ, ഈ മഴക്കൊടുവിലും ഞാൻ ബാക്കിയാകുന്നുവെങ്കിൽ, ഏതുരുൾ പൊട്ടലിൽ എൻ ഇരുൾ നീക്കി നീ വരും, ഏതുരുൾ പൊട്ടലിൽ എൻ ഇരുൾ നീക്കി നീ വരും. മഴ എന്ന് പറയുന്നത് മഴ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുന്ന ഈ അറിവിൻ്റെ തുള്ളികളൊക്കെ മഴയാണ്. അത് മഴ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഒന്ന് പെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഏത് വേനൽക്കാലത്തും മഴ പെയ്തുകൊണ്ടിരിക്കും. ഞാനെന്ന കറകളെ ഞാൻ കഴുകിയിറക്കും തോറും, ഞാനെന്ന കറകളെ ഞാൻ കഴുകിയിറക്കും തോറും, എന്റേതെല്ലാം നിന്ദാനം എന്നു ഞാൻ അറിയുമ്പോഴും, ഞാനൊരാളില്ലെന്നു നിൻ മുൻപിൽ കുനിയുമ്പോഴും, കൂമ്പാരമായി കുന്നായി ഞാൻ ബാക്കിയാകുന്നെന്നാലും, ഈ മഴക്കൊടുവിലും ഞാൻ ബാക്കിയാകുന്നുവെങ്കിൽ, ഏതുരുൾ പൊട്ടലിൽ എൻ ഇരുൾ നീക്കി നീ വരും, ഏതുരുൾ പൊട്ടലിൽ എൻ ഇരുൾ നീക്കി നീ വരും.
വരച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇടക്ക് വെച്ചിട്ട് ആ ചിത്രം ഒന്ന് അനങ്ങിയെന്ന് വിചാരിക്കാം. ആ ചിത്രം നമ്മളോട് ചോദിക്കണം, നീ ഇങ്ങനെ തന്നെയാണോ എന്നെ വരച്ചുകൊണ്ടിരിക്കണം? ഒരു രസമായിരിക്കുമല്ലേ അത് വരയ്ക്കാൻ. നമ്മൾ ചിത്രം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാം. അത് വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എത്ര രസമുള്ളൊരു അനുഭവമാണ്. ഇങ്ങനെ വരയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടി. എന്നെ എങ്ങനെ വരയ്ക്കണമെന്ന് എന്ത് രസമായിരിക്കും. അതോട് കൂടിയിട്ട് ആ വരയ്ക്കപ്പെടുന്ന ചിത്രത്തിന് കൈവരുന്ന ആനന്ദമെന്ന് കണക്കാക്കി നോക്കും. ഒരു നോക്കു കാണുവാൻ ഞാൻ കാത്തിരുന്നു, ഒരു നോക്കു കാണുവാൻ ഞാൻ കാത്തിരുന്നു. കണ്ണാടിച്ചുവരുമിനുക്കി നിന്നെ നീ കാണിച്ചപ്പോൾ, കണ്ണാടിച്ചുവരുമിനുക്കി നിന്നെ നീ ചിത്രം വരക്കുമെന്നല്ല അവൻ ചെയ്യുന്നത്. അവൻ ചിത്രം വരയ്ക്കാനുള്ള ഒരു പ്രതലം ഇങ്ങനെ വൃത്തിയാക്കി ചെയ്യുന്നത്. വൃത്തിയാക്കി അത് കണ്ണാടി പോലെ തെളിഞ്ഞപ്പോ വരച്ചുകൊണ്ടിരിക്കുന്നവരെ തന്നെയാണ് അതിൽ കാണുന്നത്. കണ്ണാടിച്ചുവരുമിനുക്കി നിന്നെ നീ കാണിച്ചപ്പോൾ, ഒരു നോട്ടം എന്നെ കാണാൻ ഞാൻ ഉണർന്നു, ഒരു നോട്ടം എന്നെ കാണാൻ ഞാൻ ഉണർന്നു. നിൻമടിത്തട്ടിൽ നിന്റെ മതിവരാ പ്രണയക്കെട്ടിൽ, നിൻമടിത്തട്ടിൽ നിന്റെ മതിവരാ പ്രണയക്കെട്ടിൽ ചേർന്നമർന്നെങ്കിലും നിൻ കൈവിരൽ തുമ്പിൽ തൊടാൻ എന്നെ എന്നിൽ തിരഞ്ഞു, നിന്നെയൊന്നേ അറിഞ്ഞു, എന്നെ എന്നിൽ തിരഞ്ഞു, നിന്നെയൊന്നേ അറിഞ്ഞു. ഇഷ്ടപ്പെട്ട് ഒരുമിച്ചിരിക്കുന്ന ആളുകൾ എത്ര സമയമാണ് അവരങ്ങനെ ഇരിക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടത്. കോളേജിലൊക്കെ കണ്ടിട്ടില്ല, അവർക്ക് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവർ വിചാരിക്കും പെട്ടെന്ന് അവർ അത്ഭുത വീളെന്തേ പറയണം. നമ്മൾ വെറുതെ ഒരു വാഹനത്തിലൊക്കെ കയറിയാൽ അപ്പം നമുക്ക് ഇരിക്കാൻ തോന്നും. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണ്ടേ. പ്രണയിക്കുന്നവനാണ്, എത്ര നേരം നിന്നാലും അവനെ അറിയില്ല, അങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് സംസാരിക്കാൻ വിഷയങ്ങളൊന്നും വേണ്ട. പ്രണയം അങ്ങനെയാണ്. അവൻ നമ്മളോട് ആഗ്രഹിക്കുന്നത് അതാണ്. മനുഷ്യനെ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതിൻ്റെ ഉത്തരം സ്നേഹം കൊണ്ടാണ്. മണ്ണുണ്ടല്ലേ. ഒരു കുഞ്ഞിന് അപകടം വരുമ്പോൾ ആ കുഞ്ഞിനെ എടുത്ത് രക്ഷിക്കുന്നതിൽ ഒരമ്മ ഒരിക്കലും തൻ്റെ ദേഹത്ത് ചെളിയാകുമോ എന്നുള്ളത് നോക്കൂല. കുറച്ചു മുമ്പ് കൊടുവള്ളിയിൽ ഒരു കുട്ടി കിണറിൽ വീണു. ഒരു 3 വയസ്സാണ് കുട്ടി. അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ എടുത്ത് ചാടണം.
ഉമ്മക്കറിയാം എനിക്ക് നീന്താൻ അറിയില്ല, ഈ കിണറിന് ഇത്രയും ആഴമുണ്ട്, ഞാൻ മരിച്ചു പോകുന്നറിയാം. പക്ഷെ ആ സമയത്ത് അതവിടെ വർക്ക് ചെയ്യില്ല. എൻ്റെ കുട്ടി വീണിരിക്കുന്നു എന്നുള്ളത് വർക്ക് ചെയ്യുള്ളൂ. ആ ഉമ്മയെ എടുത്ത് ചാടും, രണ്ടുപേരും മരണപ്പെടും. എന്ന പോലെ നിന്നെ പടച്ചപ്പം അവൻ അവൻ്റെ കയ്യിൽ ചെളിയാവുന്നതൊന്നും നോക്കിയില്ല. എൻ്റെ കയ്യിൽ ചെളി കണ്ടപ്പോൾ നീ പറഞ്ഞ എന്ത്, എന്നെ മണ്ണുകൊണ്ടാണ് പടച്ചതല്ലേ. അവൻ്റെ കയ്യിൽ മണ്ണാകും വിധം അവൻ്റെ ഹൃദയത്തിൽ എന്തായിരുന്നു എന്നുള്ളത് ഇതറിയാനേ. കുഞ്ഞുങ്ങളെ വളർത്തുന്ന നമ്മുടെ ജീവിതം മതി നമുക്ക്. വേറെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. വേദഗ്രന്ഥത്തിലുള്ളതും ആയാത്തുകളാണ്, സൂചനകളാണ്. ജീവിതത്തിലുള്ളതും സൂചനകളാണ്, ആയാത്തുകളാണ്. എന്നനക്കങ്ങളിലെല്ലാം നിൻകിലുക്കങ്ങൾ മാത്രം, എന്നനക്കങ്ങളിലെല്ലാം നിൻകിലുക്കങ്ങൾ മാത്രം. നീയാണൊഴുക്കിൻ താളം, ഞാൻ പിറന്നിടുമൊരീണം. നിൻ കുതിരത്തിൻ മികവിൽ എന്നിഷ്ക് ചേർന്നാൽ മഴവിൽ. നിൻ കുതിരത്തിൻ മികവിൽ എന്നിഷ്ക് ചേർന്നാൽ മഴവിൽ. ഖാദിർ ഖാദിറായവനെ നീയൻ കതിരാണ് മഖ്സൂദൊളിവേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ മഖ്സൂദ ഇല്ലല്ലാഹു. ചെറിയ കുട്ടികൾക്ക് കാലിൽ പാദസരമൊക്കെ കെട്ടി കൊടുക്കില്ലേ? പാദസരം കെട്ടി കൊടുക്കും. പി പി എന്ന് പറയുന്ന ഷൂ ഇട്ട് കൊടുക്കും. കുട്ടികൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടി നടക്കുന്ന എന്തിനാ? ഫേസ് എടുക്കാൻ. പി 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 എന്നുള്ള ഈ ശബ്ദം കേൾക്കാനാണ്. ഇട്ടുകൊടുത്തത് എന്തിനാ? നടക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും. ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അതിനുവേണ്ടി അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇങ്ങോട്ടോടും. അതിനുവേണ്ടി നീ ഇങ്ങനെ ഓടുമ്പോൾ അതിൻ്റെ ആ കിലുക്കം കേൾക്കാൻ അവനിഷ്ടമാണ്. അവൻ കെട്ടിയതാണല്ലോ കിലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കലമിൽ കതിറിൻ മഷിയുണ്ട്, കഥയടിമുടി ലൗഹില് പറയുണ്ട്. കലമിൽ കതിറിൻ മഷിയുണ്ട്, കഥയടിമുടി ലൗഹില് പറയുണ്ട്. കിതാബിലെഴുതിയ കഥകൾ അനുദിനം ഇവിടെ നടന്ന് കാണുന്നുണ്ട്. ഈ നുതുഫയും അതിലൊരു നുഖത്താക്ഷരമായി എവിടെയോ പടർന്നിരിപ്പുണ്ട്. അതിനസറായി ഞാനിവിടുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, ഞാനിവിടെ ഉണ്ട്. ഞാൻ എങ്ങനെ ഇവിടെ ഉണ്ട്? കലമിൽ ഖദറിൻ മഷിയുണ്ട്. ഒരു ചലച്ചിത്രത്തിന്റെ സ്ക്രീനിൽ കാര്യങ്ങൾ തെളിയുന്ന പോലെ കഥയടിമുടി ലൗഹില് പറയുന്നുണ്ട്. ഒരു കലമുണ്ട്, ഒരു പേനയുണ്ട്. അതിൽ നിന്റെ കാര്യങ്ങൾ എഴുതപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു.
ആ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന കഥ നിന്റെ ജീവിതമായിട്ട് ഇവിടെ ഇങ്ങനെ തെളിയുന്നത് നീ കാണുന്നു. കിതാബിലെഴുതിയ കഥകൾ അനുദിനം ഇവിടെ നടന്ന് കാണും. ഈ നുത്തുഫയും അതിലൊരു നുക്താക്ഷരമായി എവിടെയോ പടർന്നിരിക്കും. അതിനസറായി ഞാനിവിടുണ്ട്. കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ, കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ, കളി കണ്ട തോന്നും കഴിവുള്ളോനാ തന്നെത്താനേ. കനിവിൻ്റെ മഴ പെയ്തേരം അഹദിൻ്റെ അറിവിന്നറയിലഴുകേറും. മഴവില്ലായി ഒരു മാത്ര തെളിഞ്ഞോനെ, കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ. ഓർമ്മിക്കപ്പെടാനുള്ള കഥകളൊന്നുമില്ലാതിരുന്ന ഞാൻ ഇപ്പൊ പറയപ്പെടുന്ന കഥകളെല്ലാം എന്നെ കുറിച്ചാണ്. നമ്മുടെ ആവലിനെ കുറിച്ച് പറയും. അത് ഓരോ നിമിഷത്തിൻ്റെതാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി ഞാനങ്ങനെ ഒരു വീട്ടിലേക്ക് വിരുന്ന് പോകും. 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും സമയത്ത്. ഗ്രാമപ്രദേശമാണ്. അവിടെ റോഡിൻ്റെ നടുവിൽ ചെറിയൊരു കുഴിയുണ്ട്, ഗട്ടറിൽ മഴ പെയ്ത് വെള്ളം നിൽക്കുന്നുണ്ട്. അത് മെലിഞ്ഞൊട്ടിയ ഒരു നായ അതിൽ നിന്നിങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട്. നാക്ക് നീട്ടിയിട്ട് ഇങ്ങനെ. ആ സമയത്ത് ഇങ്ങനെ കണ്ട സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് നിറഞ്ഞു. മോനുണ്ട് കൂടെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ നിന്ന് ആലോചിച്ച് നോക്കി, വണ്ടിയിൽ എന്തെങ്കിലും ആഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനത് ഇട്ട് കൊടുക്കാം. ആഹാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മോനോട് പറഞ്ഞു, നമ്മളിവിടെ ഇങ്ങനെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കാണുന്ന പൂരിപ്പിക്കപ്പെടാത്ത ഒരുപാട് കരുണയുടെ കാഴ്ചകളുണ്ട്. അതൊക്കെ പൂരിപ്പിക്കാനുണ്ട്. നമുക്ക് ഓരോന്നും കാണുമ്പോൾ നമ്മൾക്ക് തോന്നില്ലേ, ആർക്കും ഒരു വിഷമവും ഇല്ലാതിരുന്നെങ്കിൽ, എല്ലാവരുടെയും പട്ടിണിയൊക്കെ മാറിയിരുന്നെങ്കിൽ, ഒരാൾക്കും ഒരു സൂക്കേടും വരാതിരുന്നെങ്കിൽ ഇല്ലേ? ഇത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മോനോട് പറഞ്ഞേ, അങ്ങനെ നമുക്കൊരാഗ്രഹം വരില്ലേ? പൂരിപ്പിക്കപ്പെടാത്ത എല്ലാ കരുണകളും പൂർത്തീകരിക്കാൻ ഒരാഗ്രഹം. അനീതി ചെയ്യപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും നീതി സ്ഥാപിതമാവാനുള്ള. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഓരോന്നും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയല്ലേ തോന്നാം. അതിനൊരു വാർത്തയിൽ വായിക്കുന്നതാണെങ്കിലും കാണുന്നതാണെങ്കിലും പിന്നെ അതോടുകൂടിയിട്ട് നമ്മുടെ ഈ ജീവിതം ഇവിടെ ഇല്ലാതാകും. ആ പൂരിപ്പിക്കപ്പെടാത്ത ഇടങ്ങളെ കണ്ട് അത് പൂരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടെ കാലം അവസാനിക്കണം. ആ അവസാനിക്കുന്ന കാലത്തെയാണ് സാങ്കേതികമായിട്ട് ഖുർആനിലൊക്കെ യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാത്തിരിക്കലില്ല. പിന്നെ അവശേഷിക്കാത്ത ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. പിന്നെ നിമിഷങ്ങളില്ല, ഒരൊറ്റ നിമിഷം. നിമിഷങ്ങൾ എന്തിനുള്ളതാണ്? കാത്തിരിക്കാനുള്ളതാണ്.
കാര്യങ്ങളെ നീ എങ്ങനെ കണ്ടറിയുന്നു എന്ന് കാത്തിരിക്കാനുള്ളത്. നമ്മുടെ ഏത് പ്രവൃത്തിയും അതിൻ്റെ ഒരു പൊരുളിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരാൾ അന്വേഷിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തികളെല്ലാം ആരാധനകളാണ്. ആരാധനകൾ എന്നത് ആ പ്രവൃത്തികളിൽ നമ്മൾ ഈ കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. ആരാധനകളായിട്ടുള്ള ആരാധനകളുണ്ടാവും, പൂജകളായിട്ടുള്ള പൂജകളുണ്ടാവും. എന്തിന്? ജീവിതത്തിൽ നീ നിർവഹിക്കുന്ന ഓരോ കാര്യത്തിലും അവിടെ നീ എന്താണ് അറിയാനുള്ളത്, ചെയ്യാനുള്ളത് എന്നതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള. ഫോൺ ചെയ്തപ്പോൾ അവള് ഫോണെടുത്ത് അവൻ പറഞ്ഞ് ഇവിടെ നല്ല മഴയാണ്. അവള് പറഞ്ഞു ഇവിടെ നല്ല മഴയാണ്. അവള് പറഞ്ഞു ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഞാനിവിടെ വീട്ടിൽ തനിച്ചാണ്. അവൻ ചോദിച്ചു ഞാൻ അങ്ങോട്ട് വന്നത്. അവള് പറഞ്ഞു നീ വന്നാൽ ഞാനിപ്പോൾ എന്തും തരും. അവൻ വീണ്ടും ഒന്നോട് സംശയ നിവാരണം നടത്തി, എന്തും തരും. അവള് പറഞ്ഞു വന്നാൽ എന്തും തരും. അപ്പോൾ അവൻ പറഞ്ഞു ഒരു അത്യാവശ്യമായിട്ട് ഒരു 2000 റുപ്യക്ക് അർജന്റ് ആവശ്യമില്ല, തിരുമറി നടത്താൻ എന്തെങ്കിലും. അവൾ ഫോണ് കട്ട് ചെയ്തത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവൻ വീണ്ടും വിളിച്ചു, എന്നിട്ട് പറഞ്ഞു 1000 ആണെങ്കിലും മതി. ഇതുപോലെയാണ് മതത്തിൻ്റെ ആചാരങ്ങളിലൂടെയും ആരാധനകളിലൂടെയും നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കൽ. എന്തിനാണ് ദൈവം ഏകനായിരിക്കുന്നത് എന്ന് പോലും ഇവന് മനസ്സിലായിട്ടില്ല. ഇവിടെ ദുനിയാവിലെനിക്കെന്തു ബന്ധം, ഇരുൾ മൂടിയൊരേ വഴിയിൽ എന്തുണ്ട് സ്വന്തം. ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഈ ഇടവഴിയെ വരണം അവളുടെ നിർബന്ധം. ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നത് മരണ പ്രാർത്ഥനയെ കുറിച്ചിട്ടാണ്. മരണത്തെക്കുറിച്ച് ജീവിതത്തിനെ സ്നേഹിച്ച ആളുകൾ പറഞ്ഞ് മരണം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവനും തമ്മിലുള്ള ഒരു പാലമാണ്. സ്നേഹിക്കുന്നവനിലേക്ക് എത്തിക്കുന്ന ഒരു പാലമാണ്. അത് ശ്രദ്ധിക്കണം. സ്നേഹിക്കുന്നവനെ സ്നേഹിക്കപ്പെടുന്നവനിലേക്ക് എത്തിക്കാന്നല്ല, സ്നേഹിക്കുന്നവനിലേക്ക് എത്തിക്കുന്ന പാലാണ്. കാരണം എന്താണെന്നറിയാം, ശരിയായ സ്നേഹത്തിന് സ്നേഹിക്കപ്പെടണമെന്ന ഒരു സ്വാർത്ഥത പോലും ഉണ്ടാവില്ല. ഇപ്പൊക്കെ നമ്മുടെ പ്രശ്നം എന്താ? ഞാൻ അവളെ എത്രയൊക്കെ സ്നേഹിച്ചിട്ട് അവളെന്നെ സ്നേഹിക്കുന്നില്ല. സ്നേഹം യഥാർത്ഥമാണെങ്കിൽ തിരിച്ച് സ്നേഹിക്കപ്പെടണമെന്ന സ്വാർത്ഥത പോലും അതിലുണ്ടാവില്ല. എൻ്റെ സ്നേഹം വിശുദ്ധമാവണം, ഒന്നും തിരിച്ചാഗ്രഹിക്കാത്ത എന്നതേ ഉണ്ടാവുള്ളൂ. മജ്നു അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ രൂപമയാണ്. ലൈലയുടെ കൊട്ടാരത്തിന് മുമ്പിൽ ഒരു വിശേഷ ദിവസം എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കണം.
ഇപ്പൊ മരുഭൂമിയിലേക്ക് നീളുന്ന നീണ്ട വരിയുണ്ട്. മജ്നു അതിന്റെ പുറകിൽ പോയി നിൽക്കും. നടന്ന് 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 എല്ലാവർക്കും ലൈല വേണ്ടുവോളം സമ്മാനങ്ങളൊക്കെ വാരിക്കൊടുക്കും. മജ്നു മുന്നിലെത്തുന്ന സമയത്ത് മജ്നുവിന്റെ കയ്യിലുള്ള പാത്രം അവൾ തട്ടിത്തെറിപ്പിക്കും. മജ്നു ആ സമയത്ത് നൃത്തം ചെയ്യാണ്. അവൾക്ക് സമ്മാനം കിട്ടി, എല്ലാവർക്കും സമ്മാനം കൊടുത്തു. മജ്നുവിന് കിട്ടുന്നത് പാത്രം തട്ടിക്കളെ. മജ്നു എന്തിനാ നൃത്തം ചെയ്യുന്നത്? ലൈല എന്നെ തിരിച്ചറിഞ്ഞല്ലോ, ലൈല എന്നെ തിരിച്ചറിഞ്ഞല്ലോ. എല്ലാവർക്കും കൊടുത്തതല്ലല്ലോ എനിക്ക് തന്നത്. ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ലൈലാന്റെ ഖസ്റിൻ അലങ്കാരം കണ്ട്. മജ്നു ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയാണ്, നിറയെ പ്രതിബന്ധങ്ങളാണ്. മജ്നുവിന് അതൊക്കെ സന്തോഷമാണ്. അത്രയും ദൂരവും കൂടെ അല്ലേ ലൈല നടന്ന വഴിയിൽ നടക്കാലോ എന്ന്. റമീഷ കാമുകിയെ വീട്ടിൽ കൊണ്ടുപോയാക്കുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാലോ കണ്ടോ? അവന് മണലിങ്ങനെ വാരിയിട്ടിട്ട് ലൈല നടന്ന ശരിയായ വഴി ഏതാണെന്ന് അറിയാത്തതിൽ സന്തോഷമാണ്. കാരണം അത്രയും മണൽ വാരാലോ. ആളുകൾക്ക് അങ്ങനെയാണ്, ഇവിടെയാണോ തൊട്ടത്, ഇവിടെയാണോ തൊട്ടത്, ഈ വഴിക്കാണ് പോയത്. അതിൽ എവിടെ മജ്നു അന്വേഷിക്കുമ്പം അവൻ്റെ ആ പ്രണയത്തിൻ്റെ മണൽ വാരാനുള്ള ഇടം വിശാലമായി കിടക്കുകയാണ്. കാരണം അവൻ അറിയില്ല ലൈല ഇതിൽ ഏത് വഴിയിലൂടെയാണ് നടന്നു പോയതെന്ന് അറിയില്ല. ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ലൈലാന്റെ ഖസ്റിൻ, ലൈലാന്റെ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലേക്കുള്ള വഴിയിലെ തോരണങ്ങൾ തൂക്കിയെന്നാണ് മജ്നു പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് മുഴുവനും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളാണ്. ലൈലാന്റെ ഖസ്റിൻ അലങ്കാരം കണ്ട് അതിനാലെ നിസ്കാരം ജമ്മും ഖസ്റുണ്ട്. ഈ യാത്രക്കാരായ ആളുകൾക്ക് നിസ്കാരം ഒന്ന് ചുരുക്കിയിട്ട് നിസ്കരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനൊക്കെ ജമ്മും ഖസ്റുണ്ട്. ഞാൻ യാത്രക്കാരനാണല്ലോ, എവിടെ എപ്പോഴും യാത്രക്കാരനാണല്ലോ. ലൈലയെ അന്വേഷിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവനാണല്ലോ. അതിനാലെ നിസ്കാരം ജമ്മും ഖസ്റുണ്ട്, അവകാശിയായി ഞാനല്ലാതെ ആരുണ്ട്, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. മൗലാന റൂമി പ്രസിദ്ധനായ ഒരു സൂഫി ആയിരുന്നു. അവര് മരണാസന്നനായിരിക്കുന്ന സമയം ഒരു പണ്ഡിതൻ അവിടെ വരും. പണ്ഡിതൻ പറയും, മൗലാന എന്തൊരു കിടത്തമാണത്, ഞാൻ അങ്ങയുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. റൂമി പറയും, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. ഞാനും എന്നെ പ്രണയിക്കുന്നവനും തമ്മിൽ നേരിയ ഒരു തുണിയുടെ മറകൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് നീങ്ങുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ? കൊടും കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരു ലാക്ക് ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്.
കൊടുങ്കാട് എന്ന് പറയുന്നത് നമ്മുടെ തറവാടാണ്, ഇല്ലായികയുടെ തറവാട്. ഇല്ലം എന്ന് പറയുന്നത് നമ്മുടെ ഇല്ലമാണ്, കൊടുങ്കാട്. അതിൻ്റെ ഉള്ളിൽ സ്വന്തം എന്നുള്ള നിലക്ക് ഒന്നും പറയാനില്ലാത്തവൻ്റെ ആഗ്രഹമാണ് കൊട്ടാരത്തിലെ രാജ്ഞിയുടെ ചുണ്ടിൽ ഉമ്മ വെക്കണം. എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നറിയാം? കാട്ടിലുള്ള ഒരു വള്ളിച്ചെടിയെ കുറിച്ചിട്ടാണ്. ആ വള്ളിച്ചെടി ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിന് ആഗ്രഹം മാത്രമേ നോട്ടുള്ളൂ, വേറൊന്നും നോട്ടില്ല. ആളുകൾ വന്നിട്ട് ആ വള്ളിച്ചെടി മുറിച്ചെടുത്തു, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെയിലത്തിട്ട് ഉണക്കി ചെറിയ ചെറിയ കെട്ടുകളാക്കി ബസാറിൽ കൊണ്ടുപോയി കച്ചവടത്തിന് വെച്ച് അതിൽ നിന്നൊരു കഷ്ണം കൊട്ടാരത്തിലെ പരിചാരകൻ വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇന്ന് ലൈല പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന അറാക്ക് എന്ന് പറഞ്ഞൊരു കൊള്ളിയുണ്ട്, ഒരു കമ്പ്, കാട്ടിലെ വള്ളിയാണ്. കൊടും കാട്ടിനുള്ളിലെ കൊള്ളിക്കൊരു ലാക്ക്, ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്, കൊടുവാളാൽ തുണ്ടം തുണ്ടം അരിഞ്ഞതോർക്ക്, കൊടുവാളാൽ തുണ്ടം തുണ്ടം അരിഞ്ഞതോർക്ക്, കൊട്ടാരത്തിൽ ഇന്നത് ലൈലാന്റെ അറാക്ക്, ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം, സക്കറാത്തുൽ മൗത്തെന്തു രസം. എൻ്റെ പൊരുൾ എന്താണ്? ഞാൻ ആരാണ്? ഓരോ ആധ്യാത്മിക സരണികളും തൻ്റെ ജീവിതത്തെ ആത്മാർത്ഥമായി സമീപിക്കുന്ന ഏതൊരാളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണത്. ഞാൻ എന്ന് പറയുന്നത് ആരാണ്? അതാരാണ് എന്ന് അണുവോളം അറിയാനായാൽ അത് മതി. നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും അതിൽ നമുക്ക് ശരിയായ ഒരു വീക്ഷണം കിട്ടാൻ. നബിയോട് ചോദിച്ചു, മുസ്ലിം എന്ന് പറയുക, മുസ്ലിം ആരാണ്? മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പം ഞാനിങ്ങനെ തൊപ്പിയിട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കും ഞാൻ മുസ്ലിമാണ്. അങ്ങനെ താടി വെച്ചതുകൊണ്ട് അല്ല, എൻ്റെ പേര് കേട്ടിട്ട് മനസ്സിലാക്കും ഞാൻ മുസ്ലിമാണ്. മുസ്ലിം ആരാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ നിർവചനം പറഞ്ഞു. അവൻ്റെ നാവ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ആളാണ്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, എൻ്റെ വാക്ക് ഒരാളെ നോവിക്കുന്നില്ല, പ്രയാസം ഉണ്ടാക്കുന്നില്ല, എൻ്റെ പ്രവൃത്തി മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാക്കുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവം നമ്മെ സ്നേഹിച്ചത് നമ്മൾ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ലേ? ദൈവം സത്യത്തിൽ എന്തിനാ സ്നേഹിക്കുന്നതെന്ന് അറിയാം പ്രവീസാണ്. നമുക്ക് അവനെ സ്നേഹിക്കാൻ കഴിയൂല എന്ന് തിരിച്ചറിയുകയാണ് നമ്മൾ സ്നേഹിക്കാൻ. എനിക്കവനെ സ്നേഹിക്കാൻ കഴിയൂല എന്ന് അവനക്കറിയാം. ആ നിസ്സഹായതയാണ് അവനെന്ത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് പറയാനുള്ളതാണ്. ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാനോ അറിയുമെന്ന് എനിക്കറിയില്ല.